അപ്പോൾ നമ്മളുടെ കിടിലെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇനി ആരും തടിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറയരുത്. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാസ്ക് ഗെയിനർ തന്നെയാണ് ഈ ഒരു അമൃതം പൊടിയുടെ മാസ്ക് ഗെയിനർ എന്ന് പറയുന്നത്. തടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. തടിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ പോരെയെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. മെലിഞ്ഞ ആളുകൾക്കറിയാം ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രയാസം എന്താണെന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല സൊല്യൂഷനാണ് മാസ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത്. ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു മാസ് ഗെയിനറെ പറ്റിയിട്ട് ഇതിന് മുൻപ് ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ചാനലിലുണ്ടാവും. നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാധാരണ ഒരു മാസ് ഗെയിനറുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബഡ്ജറ്റ് ആവും എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിൽ ഓട്സ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ നട്ട്സ് യൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബഡ്ജറ്റ് വരുന്ന രീതിയിലായിരിക്കും ഓരോ മാസ് ഗെയിനേഴ്സും. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല മാസ് ഗെയിനറാണ്. അതെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു അഡാറ് മാസ് ഗെയിനർ തന്നെയാണ്. എന്താണ് അമൃതം പൊടി എന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അമൃതം പൊടി എന്ന് പറയുന്നത് കേരള സർക്കാരും അതുപോലെ തന്നെ കുടുംബശ്രീയും ചേർന്ന് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഈ അമൃതം പൊടിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട് കുടുംബശ്രീ തയ്യാറാക്കുന്ന ഉൽപ്പന്നം അംഗനവാടി ഗുണഭോക്താക്കൾക്ക് വേണ്ടി മാത്രം എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധം തന്നെയാണ്. പക്ഷേ കുറേ ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് വേസ്റ്റ് ആക്കുന്നുണ്ട്. അതായത് അംഗനവാടിയിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങും, പക്ഷേ കുട്ടികൾ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ പെറ്റ്സിനൊക്കെ കൊടുക്കാറാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് ഉപയോഗപ്പെടുകയാണെങ്കിൽ ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ലഭിച്ചു, അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇതിന് മുൻപ് നമ്മൾ അമൃതം പൊടിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരു മാസ്ക് ഗെയിനറും അതുപോലെ തന്നെ അമൃതം പൊടിയും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. കാണാത്തവർ ജസ്റ്റ് ചാനലൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുകയും ചെയ്യാം. ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു മാസ്ക് ഗെയിനർ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃതം പൊടി തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ ഏകദേശം ഒരു സ്കൂപ്പിൽ അധികം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് ആവശ്യമുണ്ട്. മിൽക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാനയാണ്. 2 ബനാന ഞാൻ എടുത്തിട്ടുണ്ട്, സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഹണി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം. ഹണി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി വാങ്ങുന്ന സമയത്ത് ഒറിജിനൽ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം കടകളിലെല്ലാം ഇതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ഹണികൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് ഫേക്ക് അല്ലാതെ നല്ല ഹണി നിങ്ങൾ കിട്ടുമെങ്കിൽ മാത്രം ഇതിൽ ഉപയോഗിക്കുക. ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്സ് ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ഡേറ്റ്സ് ആണ്. 5 ഡേറ്റ്സ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു മാസ്ക് ഗെയിനർ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പീനട്ട് ബട്ടർ എടുക്കാം. ഞാനത് ഒഴിവാക്കിയതാണ്. കാരണം ബഡ്ജറ്റ് കുറച്ചുകൊണ്ടുള്ളൊരു മാസ്ക് ഗെയിനറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പല സാധനങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വേ പ്രോട്ടീൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പീനട്ട് ബട്ടർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു മാസ്ക് ഗെയിനർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക അടിപൊളി മാസ്ക് ഗെയിനർ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്ക് ഗെയിനർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഓരോ സാധനവും ജാറിലേക്ക് എടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ജാറിലേക്ക് ഇടാൻ പോകുന്നത് അമൃതം പൊടിയാണ്. 100 ഗ്രാം അമൃതം പൊടി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 391 കലോറി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 16 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 69 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, 6 ഗ്രാം ഫാറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഈ ഒരു അമൃതം പൊടി ഈ ഒരു ജാറിലേക്ക് ഇടാം. ഈ അമൃതം പൊടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലോറി കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് നട്ട്സ് എല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൗഡറാണ്. അതുപോലെ അതിൽ മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നതായത് കൊണ്ടാണ്. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ജാറിലേക്ക് ഇടേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം 117 കലോറി അടങ്ങിയിട്ടുണ്ട്, 32 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് 3.3. അതുപോലെ തന്നെ ഇതിൽ പ്രോട്ടീൻ കുറവാണുണ്ട്. പ്രോട്ടീൻ 1.2 ഗ്രാം മാത്രമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡേറ്റ്സ് ഇതിലേക്ക് ഇടാം. ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ഗെയിനർ നല്ല ടേസ്റ്റ് നൽകുന്ന ഒന്നാണ്. നമുക്ക് എന്തായാലും ഡേറ്റ്സ് ഇതിലേക്ക് ഇടാം.
അപ്പോൾ അടുത്ത നമ്മൾ ഈ ഒരു ജാറിലേക്ക് ഇടാൻ പോകുന്നത് 2 സ്ലൈസ് ചെയ്തിട്ടുള്ള ബനാനയാണ്. ബനാന എടുത്ത് നോക്കുന്ന സമയത്ത് 220 കലോറി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 52 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹൈലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു ബനാന എന്ന് പറയുന്നത്. ഇതിനു മുൻപ് ദിവസം 2 ബനാന കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാണാത്തവർക്ക് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അടുത്തായിട്ട് ഈ ഒരു ബനാന ഈ ഒരു ജാറിലേക്ക് ഇടാം. ഓക്കെ, നമ്മൾ ഈ ഒരു ബനാന ഈ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്ത നമ്മൾ എടുക്കുന്ന 250 ml മിൽക്കാണ്. ഈ ഒരു മിൽക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. 250 ml മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം 180 കലോറി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 11 ഗ്രാം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മാസ്കേന തയ്യാറാക്കുന്ന സമയത്ത് മിൽക്ക് എടുക്കുന്ന സമയത്ത് നല്ല തണുത്ത മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മാസ്കേന നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് എന്തായാലും ഈ ഒരു മിൽക്ക് ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തായി നമുക്ക് വേണ്ടത് ഹണിയാണ്. 1 സ്പൂൺ ഹണി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഹണി ലഭിക്കുമെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. ഫേക്ക് ആയിട്ടുള്ള ഹണി ആണെങ്കിൽ ഇത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹണി ചേർക്കുന്നത്. നമുക്ക് എന്തായാലും 1 സ്പൂൺ ഹണി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും 1 സ്പൂൺ ഹണി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസ്ക് ഗെയിനറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് കുടിക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മാസ്ക് ഗെയിനർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ മാസ്ക് ഗെയിനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഡേറ്റ്സ് കുറച്ചും കൂടി ബ്ലെൻഡ് ആവാനുണ്ടായിരുന്നു, കുറച്ച് നേരം കൂടി അടിയണമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. നമ്മളിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഡേറ്റ്സിൻ്റെ ടേസ്റ്റും എടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബനാനയുടെ ടേസ്റ്റും ഉണ്ട്. ഓൾറെഡി ഈ ഒരു അമൃതം പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്കിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാസ്ക് ഗെയിനർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഒരു സാധനം അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കുറേ ആളുകൾ ഈ ഒരു പൊടി വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഈ ഒരു പൊടി വാങ്ങിയതിന് ശേഷം ഇതുപോലുള്ള മാസ്ക് ഗെയിനർ തയ്യാറാക്കി നിങ്ങൾ കുടിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു മാസ്ക് ഗെയിനർ എങ്ങനെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ തയ്യാറാക്കി ഇത് കുടിച്ച് നോക്കി. ഒരു അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല ഇൻഫർമേഷനുമായി വീണ്ടും കാണാം. ദിസ് ഈസ് ബിബിൻ സൈനിങ് ഓഫ്.